3 പേർക്ക് അവൻ അമ്മയുടെയും കൂടെ നിർബന്ധം വെച്ച് പെങ്കൊച്ചിനെ അമ്മയെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? 3 എണ്ണം ബുക്ക് ചെയ്ത് പോകുന്നതിനൊരു 4 ദിവസത്തിന് മുമ്പ് ഇവൻ പലപ്പോഴും ഭാര്യയോട് പറഞ്ഞു അതൊക്കില്ല, ശരിയാവില്ല, അമ്മ വരണ്ടെന്ന് പറയാം, ഒരു രക്ഷയില്ല, അമ്മ സമ്മതിക്കത്തില്ല. അവസാനം ഈ പോകുന്നതിനൊരു 4 ദിവസത്തിന് മുമ്പേ ചെക്കൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു വലിയ കോൺഫറൻസ് നടത്തുകയാണ്, എന്നെ അതിൻ്റെ കൺവീനറാക്കിയിരിക്കുക, എനിക്ക് വരാൻ കഴിയില്ല. ഹണിമൂണിന് പോയത് ആരൊക്കെയാണെന്ന് കേൾക്കണോ? അമ്മയും മോളും കൂടെ അക്ഷരാർത്ഥത്തിൽ ഹണിമൂണിന് പോയി. ഈ പെങ്കൊച്ചിന് ചെറിയ ബ്രസ്റ്റ് ക്യാൻസർ 5-6 മാസം കഴിഞ്ഞ് തന്നെ ഉണ്ടായി. റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ പോയി ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോളുടെയും മരുമോൻ്റെയും ഇടയ്ക്ക് കിടക്കണം. നമ്മുടെ 4 വയസ്സുകാരൻ ഇടയ്ക്ക് കിടക്കുമല്ലോ, അപ്പൻ്റെ അമ്മയുടെ, ഇവർക്ക് ഇടയ്ക്ക് കിടക്കണം, ഭയങ്കര രോഗമാണ്. എന്നിട്ടും അമ്മയ്ക്ക് പിന്നെ മോന് ചായ കൊണ്ട് കൊടുത്താലേ ഒക്കത്തുള്ളൂ, അമ്മയ്ക്ക് ചോറ് കൊണ്ട് കൊടുത്താലേ ഒക്കുള്ളൂ. മരുമോളോട് പറയണം, മോളെ നീ കൊണ്ട് ചോറ് കൊടുക്കാൻ പറയണം. അമ്മ ഇനി തുണി കഴിയാൻ നടക്കണ്ട. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ അടുക്കൽ വരുന്ന കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ 50% എവിടെയാണെന്നറിയോ? സ്വന്തം കുടുംബത്തിൻ്റെ കൈകടത്തലുകളാണ്. മക്കളുടെ കാര്യത്തിനകത്ത് കൈകടത്തും. ഇവിടെ ഇരുന്ന് ഇങ്ങനെ റിമോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മോക്ക് ഒരു 4 പ്രാവശ്യം അമ്മയ്ക്ക് വിളിച്ചാലേ ഉള്ളൂ. അമ്മ മകളെക്കാൾ ഇപ്പം കൂടുതൽ മോളെ വിളിക്കുന്ന ആരാണെന്നറിയാം? അമ്മയാണ്. എന്താ കാരണം എന്നറിയാം? നിങ്ങളും ഭർത്താവും തമ്മിൽ നല്ല ബന്ധമില്ല, നിങ്ങൾ തമ്മിൽ ഉടക്കുക. മോളെടുക്കൽ എല്ലാ വിഷമവും പറയുന്നത്. മോൾക്ക് അതുകൊണ്ട് വിട്ടുകൊടുക്കാത്ത അമ്മമാരും അപ്പന്മാരും ഉണ്ട്. ആമ്പിള്ളേർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്നതെന്നറിയാം? കൊച്ചു കുട്ടിയാണെന്നാണ് വിചാരം. എല്ലാ കാര്യത്തിനകത്തും കൈകടത്തിക്കൊണ്ട് ദേ അവർ കല്യാണം കഴിച്ചു, പക്വതയും പാകതയുള്ളവരാ. ആവശ്യമുള്ള ഉപദേശം അങ്ങോട്ട് ചോദിക്കും, ആവശ്യമില്ലാതെ കൈകടത്തണ്ട. ഹലോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇത് കഠിന ഉപദേശമാണെന്നല്ലേ? ഇത് കഠിന ഉപദേശം. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കുടുംബജീവിതത്തെ കൊളവാക്കും. അവരുടെ കുടുംബജീവിതത്തെ ഡൈവോഴ്സിനാക്ക് പോകുന്നത് ചില അമ്മമാർക്ക് നിർബന്ധമാണ്. എന്തിനാണെന്നറിയോ? മോടെ സംരക്ഷണം. ഇത് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അമ്മമാർക്കും അപ്പന്മാർക്കും ഈ മക്കളാണ് സംരക്ഷണം കൊടുക്കുന്നതെന്നാ. ഈ കുട്ടികളെ വിട്ടുകൊടുക്കാൻ അവർക്ക് ഭയങ്കര രോഗമാണ്. അതെ, അമ്മമാരെന്ത് ചെയ്തറിയോ? പുരുഷന്മാരുടെ എങ്ങനെയാണെന്നറിയോ? ചില അമ്മമാരുണ്ട്, ഈ മോൻ പറയും മമ്മി ഒരു ഉരുട്ടിത്താ, അവൻ്റെ വിചാരം അവൻ 5 വയസ്സുള്ളെന്നാ. വിട്ടുപിരിയ അമ്മ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതിനാണെന്നറിയാമോ? പുക്കിൾക്കൊടി മുറിക്കുക ചെയ്യുന്നത്. അല്ലെ അമ്മയും ജീവിക്കത്തില്ല, കൊച്ചും ജീവിക്കത്തില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ളൊരു പുക്കിൾക്കൊടി മുറിക്കണം. അല്ലെങ്കിൽ വീട്ടുകാരിടപെടും. നമ്മൾ ഈ കല്യാണം കഴിക്കുന്നവരോട് ഡിപ്പെൻഡൻസി. ചില ആളുകൾ പാരസൈറ്റ്സാ. എന്താ? ഇത്തിൽക്കണ്ണികൾ. നമ്മുടെ കുരുമുളക് ഇത്തിൽക്കണ്ണിയാ. അപ്പം അമ്മ എന്നെ ചെയ്യണം മമ്മി, ഏത് ഫ്രിഡ്ജാ വാങ്ങിക്കണ്ടേ? എന്താ ഭർത്താവിനെ അറിഞ്ഞുകൂടെ? ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടെ? ഒരുമിച്ച് ചർച്ച ചെയ്തുകൂടെ? നെറ്റിനകത്ത് കയറിക്കൂടെ? കണ്ടെത്തിക്കൂടെ? ഈ ആശ്രയത്വം അങ്ങ് നിർത്തണം. അങ്ങനെ മക്കളെ ആശ്രയിക്കാൻ വരുന്ന അവരുടെ കാര്യത്തിന് എടാ നിങ്ങൾ രണ്ടുകൂടെ ചിന്തിച്ച് ചെയ്യടാന്ന് പറയണം. ഇത് ഇച്ചിരി പ്രായമുള്ളവരുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വിട്ടുപിരിയുക. ഇനി ചില ആളുകൾ വിട്ടുപിരിയുന്ന അപ്പനെയും അമ്മയും മാത്രമല്ല, വേറെ ചിലതും കൂടെ വിട്ടുപിരിയണമെന്ന് ഞാൻ പറയും. ചില ആളുകൾ ലാപ്ടോപ്പിനെ കല്യാണം കഴിച്ചിരിക്കുക. ഈ അടുത്ത കാലത്ത് IT പ്രൊഫഷണൽസ് വളരെ കൂടുതലുള്ള ബാംഗ്ലൂരിലുള്ള ഒരു ഇംഗ്ലീഷ് ചർച്ച് ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ഞാൻ അന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും എന്ന് പറഞ്ഞു, സാറേ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. പല ആളുകൾ വന്ന് എന്നോട് ഏറ്റു പറഞ്ഞു. എന്താണെന്നറിയാമോ? ചില ആളുകൾ ലാപ്ടോപ്പിനെ കല്യാണം കഴിച്ചിരിക്കുക. 12:30 1 മണി. ഭാര്യയ്ക്ക് അതുകൊണ്ട് എന്നും ഡെന്റിസ്റ്റിൻ്റെ അടുക്കൽ പോകണം. എന്താ കാര്യം എന്നറിയാം? അവർ പല്ല് കടിച്ച് പൊട്ടിച്ച് കൊള്ള മോണയും പല്ലും എല്ലാം കളയുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഭർത്താവ് വന്ന് എടുത്തൊരൊട്ടേറ, അല്ല ഭാര്യ എടുത്തൊരൊട്ടേറ ലാപ്ടോപ്പ്. ചില ആളുകൾ ലാപ്ടോപ്പിനെ കല്യാണം കഴിച്ചിരിക്കുക. ചില ആളുകൾ സുവിശേഷ വേലയെ കല്യാണം കഴിച്ചിരിക്കുക. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ കഴിയാത്തവന് ദൈവത്തിൻ്റെ സഭ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയാത്തവന്? നിങ്ങൾ കയറി പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചോ, ഭാര്യയും മക്കളും ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനെ കുത്താൻ നന്നായിട്ടുണ്ട് പപ്പ എടുത്ത് പ്രസംഗം നന്നായിട്ടുണ്ടെന്നാ. നിങ്ങൾക്ക് ഭാര്യ എടുക്കുക ഇരിക്കാൻ സമയമില്ല അല്ലേ? 24 മണിക്കൂറും ഭാര്യ എടുക്കുക ഇരിക്കണമെന്നല്ല, പക്ഷെ അവർക്ക് അർഹമായിട്ടുള്ള സമയം കൊടുക്കണം. അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും നിങ്ങളുടെ പൂച്ചായിരിക്കും. ചില ആളുകൾ കാറിനെ കല്യാണം കഴിച്ചിരിക്കുക. ചില ആളുകൾ റബ്ബർ തോട്ടത്തെ കല്യാണം കഴിച്ചിരിക്കുക. തിരുവല്ലയിൽ ചില ആളുകൾ ഷെയർ മാർക്കറ്റിനെ കല്യാണം കഴിച്ചിരിക്കുക. 24 മണിക്കൂർ നെറ്റിനകത്ത. ചില ആളുകൾ മൊബൈലിനെ കല്യാണം കഴിച്ചിരിക്കുക. നമ്മുടെ മക്കളൊക്കെ കൊച്ചുകുട്ടികൾ പോലും ഇപ്പം മൊബൈലിനെ കല്യാണം അവൻ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആരെയാണെന്നറിയാവോ? മൊബൈലിനെയാണ്. ചില ആളുകൾ ഫേസ്ബുക്കിനെ കല്യാണം കഴിച്ചിരിക്കുക.
വിട്ട് പിരിഞ്ഞ്, ഇനി വേറെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിട്ട് പിരിയുക എന്തിനാണെന്നറിയാമോ? എങ്കിലേ നമുക്കൊരു ബന്ധം വളർത്തിയെടുക്കാനൊക്കത്തുള്ളൂ. നമ്മളൊരു കുടുംബജീവിതം വളർത്തിയെടുക്കുന്നതിന് കൊടുക്കേണ്ടുന്ന വിലയാണ്. ദിസ് ഈസ് ദ പ്രൈസ് ദാറ്റ് യു പേ ഫോർ എ മാരിഡ് ലൈഫ്. വിവാഹ ജീവിതത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും, അപ്പനെയും അമ്മയും വേണ്ട എന്ന് വെക്കണം. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വെപ്രാളം വരും. ബൈബിള് പറയുന്നത് ദീർഘായുസ് ഉണ്ടാകാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കരുതുക. അതിന് ചെയ്യേണ്ടത് പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, അമ്മായിയമ്മ പോരും നാത്തും പോരും ഇല്ലാതിരിക്കാൻ. ഭർത്താവിൻ്റെ അടുക്കൽ അമ്മയുടെ ഒരു കയ്യിൽ കീറി എന്നാ നോക്കിയാ നടക്കുന്നത്? അമ്മയുടെ ഒരു കയ്യിൽ കീറിയിട്ട് എന്നാ ഒരു ശ്രദ്ധയില്ല നടക്കുന്നത്? അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അറിയാമോ? അത്രയും നേരം ഭർത്താവാണെങ്കിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചു, അവൾക്ക് എന്തോ പറയും, ഞാൻ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അവൾ എന്തോ വിഷമം എന്തോ വിചാരിക്കും, ഇതങ്ങ് മാറും, ഈ രോഗം അങ്ങ് മാറും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇല്ലയോ? പോരണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തേ. അയ്യോ അമ്മയ്ക്ക് ഭയങ്കര പുറമേ ഇച്ചിരി ധന്വന്തരം മുക്കുട്ടൊന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അമ്മയ്ക്ക് ഭയങ്കര ആശുപത്രിയിൽ ഒന്നുകൊണ്ട് കാണിച്ച് അവരുടെ മാരേജ് ആനിവേഴ്സറി അപ്പായുടെയും അമ്മയുടെയും നല്ലൊരു പായസം ഉണ്ടാക്കണം, നല്ല ഡ്രസ്സ് വാങ്ങി. ഇത് ഭാര്യ ചുമതലെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വെപ്രാളം പിടിക്കണോ? നേരെ തിരിച്ച് ഭർത്താക്കന്മാർ, ഈ ഭാര്യ അവരുടെ വീട്ടുകാരെ എല്ലാം വിട്ടേച്ച് നിങ്ങളുടെ കൂടെ മാത്രം താമസിക്കുക. ഇപ്പോൾ ഭാര്യ എന്തെല്ലാം ഉപേക്ഷിച്ചു എന്നറിയണം. ഉപേക്ഷിച്ചുകൊണ്ട് കിട്ടിയ നല്ല സുന്ദരം ഭർത്താവിനെ. എങ്കിലും ഭർത്താക്കന്മാരറിയണം, ഈ ഭാര്യയ്ക്കും അപ്പനും അമ്മയുണ്ട്, പെറ്റമ്മയുണ്ട്. ചില ആളുകൾ വിടത്തതേ ഇല്ല. എൻ്റെ ഭാര്യ സലീല ഒരു നായർ ഫാമിലിയിൽ നിന്ന് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വന്നതാ. വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യേശു കർത്താവിൻ്റെ നേരിട്ടുള്ള ഒരു പ്രത്യക്ഷത ഉണ്ടായതാ. ഈ സലീലയെ ഞാൻ കല്യാണം കഴിച്ചിട്ട് 79, അപ്പോൾ 20, 15, 30, 35 വർഷമായി. ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അതിനാ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാനായിരുന്നു പറയുന്നത്, അമ്മയെ കണ്ടിട്ട് എത്ര നാളായി ഒന്ന് പോകാം. സഹോദരങ്ങളുടെ കാര്യത്തിനകത്ത് കരുതൽ ഞാനായിരുന്നു കാണിക്കുന്നത്, എൻ്റെ വൈഫല്ല. ഞാനതൊരു മുൻകൈ എടുക്കുന്നു. അപ്പോൾ രണ്ട് കൂട്ടരും ഒരുമിച്ചൊരു ഇൻ്റഗ്രേഷൻ, ഒരുമിച്ചൊരു ഇതിനെ ഒരു ചേർക്കുന്നൊരു പണിയും കൂടെ ഉണ്ട് ഭാര്യയ്ക്കും ഭർത്താവും. അല്ലെങ്കിലാണ് പ്രശ്നങ്ങൾക്കകത്തേക്ക് പോകുന്നത്. ഇനി 2 കൊച്ചു കാര്യമുണ്ടല്ലോ, അതും കൂടെ പറഞ്ഞിട്ട് അടുത്തതിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ 2 ന്യൂസ് പേപ്പറുകൾ പശയിട്ട് ഒട്ടിച്ച് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തമ്മിൽ വലിച്ചു കീറാൻ കഴിയത്തില്ല. കീറിക്കഴിഞ്ഞാൽ രണ്ടും കീറിപ്പോവും. ഇതുപോലുള്ള ബന്ധമാണ്. നല്ലൊരു പഴയ നിയമത്തിലെ ഉദാഹരണം രൂത്തി ഞാൻ നേരത്തെ പറഞ്ഞു. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. രണ്ടുപേരും കൂടെ അങ്ങോട്ട് വേർപിരിയാൻ കഴിയാത്ത തരത്തിലങ്ങ് ഒന്നാകുകയാണ്. ഇതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 2 കൂട്ടരും കൂടെ ഒരുമിച്ച് സമയം ചെലവഴിക്കണം. പല ആളുകൾക്കും സമയമില്ല. ചില ആളുകൾക്ക് ഭാര്യയ്ക്ക് വേണ്ടി സമയമില്ല, ഭാര്യമാർക്ക് ഭർത്താവിന് വേണ്ടി സമയമില്ല. ചില സ്ത്രീകളുണ്ട് ഈ 10, 25, 30 ഉള്ളവർക്ക് 2 പിള്ളേരായി കഴിഞ്ഞാൽ 2 വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് വേണ്ടി സമയമില്ല. ഭർത്താവിനെ മുഴുവൻ അവഗണിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്ന് അറിയണം. സ്നേഹത്തിന് വേണ്ടി വേറെ വല്ലയിടത്തുമൊക്കെ ചേക്കേറും. ഇനി നേരെ തിരിച്ച് ഭാര്യയ്ക്ക് ജോലി ഒത്തിരിയുണ്ട്, അടുക്കളപ്പണിയുണ്ട്, തുണി കഴുകണം, മക്കളുടെ കാര്യം നോക്കണം, അതും കൂടെ മനസ്സിലാക്കണം. അവർക്കൊരു കൈത്താങ്ങലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുമിച്ച് സമയം ചെലവഴിക്കണം, ഒരുമിച്ച് പങ്കിടണം, ഒരുമിച്ച് സംസാരിക്കണം, ഒരുമിച്ച് ആഹാരം പാചകം ചെയ്യണം, ഒരുമിച്ച് പ്ലാൻ ചെയ്യണം, കരുതണം, പങ്കിടണം, സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ അതിന് പറയുന്നത് ക്ലീവിങ് എന്നാ. ഒരു ദിവസം കൊണ്ടൊന്നും അല്ല, ഇതിങ്ങനെ പറ്റിച്ചെരുകയാണ്. ഈ ഉത്തമഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, ഇണപ്രാവുകളെ ഇളക്കല്ലേ എന്നാ പറയുന്നത്. ഒരുമിച്ചിരിക്കാനാണുള്ള സമയം കിട്ടുന്നത്. ഇച്ചിരി പ്രായമായാലും ഒരുമിച്ചിരിക്കാൻ സമയം. എനിക്ക് 67 വയസ്സുണ്ട്. ഈ 67 വയസ്സുള്ള ഞാൻ എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും കുറേ സമയം ചെലവഴിക്കും. ഞങ്ങൾ രണ്ടുപേരുടെ ചിലപ്പോൾ സന്ധ്യയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ സന്ധ്യ കഴിയുമ്പോഴാണല്ലോ ദൈവം ഇറങ്ങി വരാറുള്ളത്. ഈ വെയിലാറുന്ന സമയത്ത് ഞങ്ങൾ മുന്നസത്തെ വരാന്തയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ കുറേ നേരം ഇരുന്ന് ചെടികളെയൊക്കെ നോക്കി കുറേ നേരം ഇരുന്ന് വർത്താനം പറയും. ഇനി സമയം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് ഉറങ്ങാൻ നേരത്ത് കുറേ നേരം കിടന്ന് വർത്താനം പറയും. പറഞ്ഞ് ഞങ്ങൾ പടപടാന്ന് ചിരിക്കും. എത്ര നാളായി ഒന്ന് ചിരിച്ചിട്ട് ഭാര്യയുടെ കൂട്ടത്തിൽ ഒരുമിച്ചൊന്ന് വർത്താനം പറയുന്നു. പല ആളുകളും ഭയങ്കര സീരിയസാണ്. ഭാര്യയോട് മിണ്ടത്തില്ല, ഭർത്താവിനോട് മിണ്ടത്തില്ല, ഭയങ്കര ഗൗരവമാണ്. ഹിറ്റ്ലറാ ചില ആളുകൾ. വീട്ടിൽ വന്ന് കയറുന്നതിന് മുമ്പേ തുടങ്ങും, എന്തോന്നറിയാം, മൈക്രോസ്കോപ്പും വെച്ചോണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുന്നതാണ് നോക്കുന്നത്. പിള്ളേരെ വഴക്ക് പറയുന്നു, ഭാര്യ വഴക്ക് പറയുന്നു. എന്നിട്ട് ഇതിന് പറയുന്ന കുടുംബം ഈ മൈക്രോസ്കോപ്പ് അങ്ങ് വേണ്ടാന്ന് വയ്ക്കണം. അതിന് പകരം നല്ല കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. അതിനകത്തേക്ക് വേറൊരു കാര്യം കൊണ്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ പറ്റിച്ചേരുക. പിന്നെ 3-ാമതായിട്ട് പറയുക, ഇരുവരും ഒരു ദേഹമായി
തീരും. പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് ലൈംഗികതയാണ്. ലൈംഗികത അതിനകത്ത് ഒരു ഘടകം മാത്രമാണ്. ഞാൻ നോക്കുന്നേ, ജീവിതം എല്ലാ കാര്യത്തിനകത്തൊരു ഒന്നാകല. യേശുവും പിതാവും പുത്രനും അവർ വ്യത്യസ്തരാ, പക്ഷെ അവർ ഒന്നാ. അതാ എന്താ പറയുന്നതിൻ്റെ അർത്ഥം? രണ്ട് കൂട്ടരുടെയും ലോകം സൃഷ്ടിക്കുന്നതിന് പകരം രണ്ട് കൂട്ടരും കൂടെ ഒന്നായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഈ മെനഞ്ഞാന്ന് എൻ്റെ അടുക്കൽ ഭാര്യയും ഭർത്താവും കൂടെ വന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. കല്യാണം കഴിച്ച് 2ാമത്തെ ദിവസം തുടങ്ങി പ്രശ്നം. എന്താ കാര്യമെന്നറിയാം? ഭർത്താവ് നോക്കുകയാണെങ്കിൽ വീട്ടിലുള്ള പെൺകുട്ടിയുടെ അപ്പനും അമ്മയും സഹോദരങ്ങൾ എല്ലാവരും ഇങ്ങനെ വർത്താനം പറച്ചില്ല, എല്ലാവരും അടുത്തിരിക്കുന്നു വർത്താനം പറയുന്നത്. പുള്ളിയുടെ വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും തമ്മിൽ വർത്താനം പറയുന്നത് വളരെ കുറവ്, ഇങ്ങനെ വർത്താനം പറയുന്നത് കുറവ്. ഇവിടെ വലിയ റിസർവ്ഡ് ഫാമിലി, ആദ്യം വർത്താനം പറയത്തില്ല. മറ്റേ വീട്ടിൽ ചെന്ന് എല്ലാവരും വളരെ ഫ്രീയാണ്. അപ്പോൾ പുള്ളിക്ക് സംശയം, ഇവർക്ക് വേറെ ഏതാണ്ട് അർത്ഥമാണ്, ഇത്ര അടുപ്പം വേറെ എന്തുവാ, ഇവർക്ക് തമ്മിൽ വേറെ ഏതാണ്ട് ബന്ധമല്ലേ, ഭയങ്കര സംശയ രോഗിയാണ്. ഭാര്യയും കൊണ്ട് വേറെ എങ്ങാണ്ട് പോയി, ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് 2ാമത്തെ ദിവസം അവളെ രാജ്യം വെപ്പിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ നാട്ടിൽ സംശയരോഗികളെന്ന് പറഞ്ഞൊരു കൂട്ടം രോഗികളുണ്ട്, കേട്ടിട്ടില്ലേ? ഓ, നിങ്ങൾ കേട്ടിട്ടേ ഇല്ലേ? സംശയരോഗികൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 70 വയസ്സുള്ളൊരു അമ്മച്ചി, എൻ്റെ ഒരു സ്വന്തത്തിലുള്ള അവരുടെ ഹസ്ബൻഡ്. ഞാനൊരിക്കൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് പറയാം, മോനെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടാ ഈ ജോർജ് കുട്ടിച്ചാൻ. പുള്ളി ഭയങ്കര ഭക്തനാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി കൊച്ചമ്മേ? എടാ ചുമ്മാതെ കള്ളപ്രാർത്ഥനയാടാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് പറ. എടാ മോനെ, ഇന്നലെ രാത്രി 12:30 1 മണിയായണേ ആരോ വന്ന് കതകെ തട്ടി. ഞാൻ ചോദിച്ചത് ആരാ? എടാ അപ്പുറത്തൊരു പുതിയ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവളായിരിക്കും. ഭയങ്കര സംശയരോഗമാണ് ഇത്. മാനസിക രോഗത്തിൻ്റെ ആരംഭമായിരുന്നു. പാരനോയ്യ എന്ന് പറയും. സംശയമുള്ളവരെല്ലാം പാരനോയ്യാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ സംശയരോഗമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാത്സല്യവും കരുതലും ഇല്ല, കിട്ടുന്നില്ല. അമ്മയും പെങ്ങന്മാരെ കണ്ട ഭയങ്കര വർത്താനം പറച്ചില്ല, ഭാര്യ എടുക്ക വന്നു കഴിഞ്ഞാൽ വർത്താനം പറയത്തില്ല. പിന്നെ അവർക്ക് സംശയം വരണ്ടേ? ഭാര്യയോ ഭർത്താവിനോട് സഹകരിക്കത്തില്ല. അപ്പോൾ പുള്ളിയുടെ വിചാരം വേറെ ആരണ്ടോ ഉണ്ടെന്നാ. അതുകൊണ്ട് ഈ മൊബൈലെല്ലാം ചെക്ക് ചെയ്യാൻ വരുന്നത്. ഭയങ്കര സംശയരോഗമാണ് ചില ആളുകൾക്ക്. എൻ്റെ ദൈവമേ, കേരളത്തിൽ എയ്ഡ്സിനേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നോണ്ടിരിക്കുന്ന രോഗം എന്താണെന്നറിയോ? സംശയരോഗം. ആർക്കാ സംശയം വരുന്നത്? പരസ്പരം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഇല്ല, ഒരുമിച്ച് പങ്കിടാനില്ല, അങ്ങനെയുള്ള ആളുകൾക്ക്. ഈ മനുഷ്യൻ ഭയങ്കര സംശയരോഗിയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, 2 സിസ്റ്റമാണ്. ഭർത്താവും ഭാര്യയും വിട്ടുപിരിഞ്ഞിട്ട് ഭർത്താവിൻ്റെ സിസ്റ്റം എന്താ? അധികം പേരോട് വർത്താനം പറയാൻ പാടില്ല, വളരെ കുറച്ച് വർത്താനം പറയാവുള്ളൂ. ഭാര്യയുടെ സിസ്റ്റം എന്താ? ഭാര്യയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫ്രീയാ, സോഷ്യലാ. ഇത് രണ്ടും കൂടി ഒരു ദേഹമായി തീരണം. അതിൻ്റെ അർത്ഥം എന്താ? 2 പേരുടെയും സിസ്റ്റത്തിന് മാറ്റം വരുത്തണം, ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കണമെന്നാണ്. ഇതിനകത്തുനിന്ന്, അതായത് എൻ്റെയും നിങ്ങളുടെയും കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസാണ്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തിത്വം റോ മെറ്റീരിയൽസാണ്. ഒരാൾ സ്ത്രീ, ഒരാൾ പുരുഷൻ. ഇവിടെ പറയാം, 2 പേരുടെ നിയോഗം ഒന്നാകണം, ദർശനം ഒന്നാകണം, പ്രാർത്ഥന ഒന്നാകണം, ആരാധന ഒന്നായിത്തീരണം, എല്ലാ അർത്ഥത്തിലും ഒരഭിപ്രായമായി തീരണം. അതിനാ പറയുന്നത് ഒന്നായിത്തീരുക. അവരിരുവരും ഒരു ദേഹമായി തീരും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. തിരുവെഴുത്ത് പറയുന്നത് ഒറിജിനൽ വെളിപ്പാട് ഇതാണ്. 3 ഘടകങ്ങളാണ്. 1 വിട്ടുപിരിയുക, 2 പറ്റിച്ചേരുക. പറ്റിച്ചേരാൻ ഇന്ന് മുതലൊന്ന് നോക്കണേ. ഭർത്താവിൻ്റെ അടുക്ക് അച്ഛാ ഇച്ചിരി സമയം കൂടി ഇരിക്കാം, നമുക്ക് വർത്താനം പറയാം. ഭാര്യ അടുക്ക ചെന്നൊന്ന് ഇരിക്കണേ, ഒരുമിച്ച് വർത്താനം പറയണേ, സമയം കണ്ടെത്തണേ. ആരും എന്താ ഒരനക്കവും ഇല്ലാത്തത്? ഓ സാറേ ഒന്നുകൂടെ പറഞ്ഞോന്ന് ചില ആളുകളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടെ സമയം ചെലവഴിക്കണേ ഭാര്യയോടൊപ്പം, അല്ലെങ്കിൽ അപകടകരമാ. അപ്പോഴാ പറ്റിച്ചേരുന്നതാ, അപ്പോഴാണ് ഇരുവരും ഒരു ദേഹമായി തീരും. അതാ തിരുവെഴുത്തിൻ്റെ സങ്കല്പം, തിരുവെഴുത്തിൻ്റെ വെളിപ്പാട്. 2 ആയിരുന്നത് അവർ മേലാൽ 2 അല്ല, അവർ ഒന്നത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ, അതുകൊണ്ട് ഭർത്താവിൻ്റെ അടുക്കുന്ന വർത്താനം പറയാതെ അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ 2 ആക്കുക. ഭാര്യ എടുക്കുക സഹകരിക്കാതിരിക്കുകയാണെങ്കിൽ 2 ആക്കുക. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഞാൻ ഇനിയും വചനത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾക്കകത്തേക്കും കൂടെ പോയിട്ട് 30 മിനിറ്റ് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കിടട്ടെ. കല്യാണം കഴിക്കുന്നവരുടെ സ്ത്രീകളുടെ പ്രതീക്ഷ പുരുഷന്മാർ കേൾക്കണേ. സ്ത്രീകളുടെ ഇടയിൽ സർവേ നടത്തിയിട്ടുള്ള സ്ത്രീകൾ പറയുന്നത്, സ്ത്രീയുടെ സങ്കല്പം ഭർത്താവ് ലോകത്തിലെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം. ലോകത്തെ അധികം പേരെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നറിയണം. എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം സ്നേഹിക്കണം. സ്ത്രീയുടെ മനസ്സതാ.
പിന്നെ സ്ത്രീയെ പുരുഷൻ മാനിക്കുകയും വിലപ്പെട്ടവരായി കാണുകയും വേണം. സ്ത്രീകളുടെ മനസ്സിനകത്തു നിന്നുള്ള വാക്കുകളായത്. അവള് ഒരു സ്ത്രീ ആയിരിക്കുന്നതിൽ അവൾക്ക് അഭിമാനം തോന്നത്തക്ക തരത്തിൽ അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഒരു ആത്മാഭിമാനം തോന്നും. ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തോന്നും അവളൊരു കഴുതയാണെന്ന്. നിനക്ക് ആരോടി കരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? വല്ല വിവരമുണ്ടോ നിനക്ക്? നിന്റെ വീട്ടുകാർക്ക് വേറെ വിവരമുണ്ടോ? മാനിക്കുകയാണോ അപമാനിക്കുകയാണോ? സ്ത്രീ പറയുന്നത് ഒരു സ്ത്രീ ആയിരിക്കുന്ന അവർ സ്ത്രീ അല്ലേ, ബലഹീനയല്ലല്ലോ അല്ലേ, അവർ നിങ്ങളെ ആശ്രയിക്കുകയല്ലേ, പക്ഷെ അവിടെ സ്ത്രീത്വത്തിനൊരു ബഹുമാനം കൊടുക്കുക. തിരുവഴുത്ത് അങ്ങനെയല്ലേ പറയുന്നത്? സ്ത്രീധനം ബലഹീന മാത്രമെന്ന് അറിഞ്ഞ് അവർക്ക് ബഹുമാനം കൊടുക്കുക. പിന്നെ അവൾക്ക് അഭിമാനം തോന്നത്തക്ക തരത്തിൽ നിങ്ങൾ അവളോട് സംസാരിക്കണം, സംഭാഷണത്തിൽ ഏർപ്പെടണം, അവളോട് ചേർന്ന് നിൽക്കണം. ശാരീരികമായിട്ട് ചേർന്ന് നിൽപ്പല്ല, അതിനേക്കാൾ കൂടുതലാണ്. അവൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവൾക്കൊരു സപ്പോർട്ടായിരിക്കണം. അവൾക്ക് വിഷമമുണ്ടെങ്കിൽ അവൾക്ക് ആശ്വാസം നൽകണം. സ്ത്രീകൾ പറയുന്നതാ, അവൾക്ക് ലൈംഗികമായ തൃപ്തി നൽകണം. പ്രതിസന്ധിയിൽ അവരോട് ചേർന്ന് നിൽക്കണം. സ്ത്രീകളുടെ ആഗ്രഹമായത്. പുരുഷന്മാരുടെ ആഗ്രഹം എന്താണെന്ന് കേൾക്കണ്ടേ? നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കേണ്ടതാ. സ്ത്രീകളെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത് വലിയ സെമിനാറിനാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ ഉള്ളൂ. ഇത് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തണം, ചോദ്യം ഞാൻ തന്നെ പറയണം. പുരുഷന്മാരുടെ സങ്കല്പം, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവളായിരിക്കണം ഭാര്യ. ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നവളായിരിക്കണം അവൾ. എന്താണെങ്കിലും കാപ്പിയോ ചായയോ പിന്നെന്താ വസ്ത്രം കഴുകുന്നോ എല്ലാ ആവശ്യവും നടത്തുന്ന ആളായിരിക്കണം ഭാര്യ. അവൻ്റെ കഴിവും കായിക ശക്തിയും ആസ്വദിക്കുന്നവളായിരിക്കണം. ഞാൻ ചിലപ്പോൾ ഈ ഉടുപ്പൊക്കെ മാറ്റാൻ നേരത്തെ എൻ്റെ വൈഫ് പറയും, അങ്ങനെ ഉടുപ്പും പെരിയില്ല നടക്കണ്ടെന്നാ. എന്നാണെന്നറിയാമോ? എനിക്ക് കുട്ടിക്കാലത്ത് മസിലുണ്ടാക്കാൻ നല്ല അരകല്ലിൻ്റെ കുഴവിയെടുത്ത് നല്ല ജിമ്മ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ. നല്ല മസിലൊക്കെയാണ്. അപ്പം എൻ്റെ പുരുഷത്വത്തിനകത്ത് അവൾക്ക് ഇഷ്ടപ്പെടണം. അവളത് ആസ്വദിക്കണം. അതാ പുരുഷൻ പ്രതീക്ഷിക്കുന്നത്. വിവേകം ഉള്ള ഒരു നായകനായി തന്നെ കാണണം. കൺസിഡർ മീ ആസ് ദ ലീഡർ ഓഫ് ദ ഫാമിലി. ഞാൻ ആ വീട്ടിൻ്റെ ലീഡർ. എവിടെയെല്ലാം വീടുകളിൽ സ്ത്രീ നേതൃത്വം എടുക്കുന്നു ആ കുടുംബത്തിലൊക്കെ തകർച്ചയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെയുള്ള പ്രകൃതി മുഴുവൻ നോക്കിക്കോ, എല്ലാത്തിനകത്ത് നേതൃത്വം നൽകുന്ന ആരാണെന്നറിയാമോ? ആരാ? സിംഹത്തെ നോക്കിയിട്ടുണ്ടോ? പൂച്ചയെ നോക്കിയിട്ടുണ്ടോ? ജീവജാലങ്ങളെ നോക്കിയിട്ടുണ്ടോ? പുരുഷനാ ദൈവം നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അടിച്ചമർത്താനൊന്നും അല്ല, പക്ഷെ അവനാ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അവൻ പറയാ, എൻ്റെ നേതൃത്വം അവൾ അംഗീകരിക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് അവൾ സഹായിക്കുന്നവളായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ, അതിന് അവളുടെ ഒരു കൈത്താങ്ങൽ കിട്ടണം. പിന്നെ വളരെ പ്രധാനമായിട്ട് പറയുക, അവൾ നല്ല ആഹാരം ഉണ്ടാക്കി തരണം, നല്ല സെക്സിന് പങ്കാളിയാകണം. എൻ്റെ അടുക്കലൊരു ഏതാണ്ട് കൊച്ചൊരു മന്ദബുദ്ധിയുള്ളൊരു പെങ്കൊച്ചിനെ ഒരിക്കലും അമ്മ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. അവൾക്ക് പ്രൊപ്പോസൽ വന്നൊരു എൻജിനീയറാണ്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയെടുക്കെ ചോദിച്ചു, ഈ കുട്ടി